ഞാൻ ആ പുള്ളിക്ക് ഞാൻ കണ്ടവാനം ഫോൺ ചെയ്ത് അതാണ് പൈസ മൊത്തം പോയത് ദൈവത്തിന്. ഞാൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വരാനെന്ന്. അപ്പൊ അവിടെ സ്ഥലമില്ല അത്ര, അതിൽ വെറുതെ എന്നെ കൊണ്ടു. ജീവിക്കണമെന്നില്ല, ആരോന്നുമില്ല, ജീവിച്ചൊക്കെ പൊതി തീരുന്നു. ഇപ്പൊ വയസ്സ് 70 കഴിഞ്ഞ്. ചേട്ടാ 200ന്റെ കെട്ടോ 50ന്റെ കെട്ടോ ഏത് വേണമെങ്കിലും എടുത്തെണ്ണ. 30 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. 200ന്റെ കെട്ട് എണ്ണമെന്നുണ്ടെങ്കിൽ അല്ല ഫോളോ ചെയ്തിക്കണോ ഫൈറൂസ്കി ദുനിയാന്ന് പറഞ്ഞ ഫോൺ ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഫോണില് പൈസ ഇല്ലാണ്ട് കിടക്കാണ്. നോക്കട്ടെ, ഫോൺ കാണിച്ചാണ്. ഫോണില് പൈസ ഇല്ല. അതില് ഫോളോ ചെയ്തിക്കണല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ 50ന്റെ നോട്ട് എടുത്ത് എണ്ണിക്കോളി. ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കെട്ടെടുത്തോളി. സ്റ്റാർട്ട് എണ്ണിക്കോളി. സ്റ്റോപ്പ്. എത്ര എണ്ണി? 50 എണ്ണം. ഓക്കെ, 50 × 50 25. അപ്പൊ 2500 രൂപ നിങ്ങൾ എണ്ണി എടുത്ത്. അവിടെ എല്ലാ പണികൾക്കും പോകും. എനിക്ക് സുഖമില്ലാത്തവരൊക്കെ നിർത്തി വെച്ചാണ്. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എന്റെ കുടപ്പണി തുടങ്ങും. 2.5 മാസം കുടപ്പണി. ഇവിടെ എത്തിയിട്ടെത്രയായി? ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. ഞാൻ ഡിവൈനിലായിരുന്നു. ഡിവൈനിൽ വന്ന ഡിവൈനിലോ 1 മാസത്തോളായി. ധ്യാനകേന്ദ്രമുണ്ട് മുരുന്നൂര്, ഡിവൈൻ ധ്യാനം. സുഖമില്ല, എന്റെ പേർക്ക് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണം. പിന്നെ ഇപ്പൊ ആരെങ്കിലൊക്കെ ചോറ് കൊണ്ടുവരും, അത് കഴിച്ച് കഴിക്കും. ഇങ്ങനെ പോകുന്നു, വണ്ടി മുൻപോട്ട് പോകും. കാലിനെന്താ പറ്റി? കാലില് മുട്ടിന് ചെറിയത്, അതന്നെ ഇപ്പൊ ഇരിക്കുന്നത്. ശരീരം മൊത്തം പൊള്ളിയതാണ്, 48% പൊള്ളിയതാണ്. 3 മാസം 18 ദിവസം ആശുപത്രി കിടന്ന ആളായി. ശത്രുന്നും പറഞ്ഞ് 18 ദിവസം വരെ ഡോക്ടർമാരെ എടുക്കില്ല. 2 സർജറി കഴിഞ്ഞു, പ്ലാസ്റ്റിക് സർജറി 2 കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ ഈ ജീവിച്ച് പോണേ. കമ്പ്യൂട്ടറിലാണ് ജീവിക്കുന്നത്. ആരുമില്ല, സഹായത്തിന് ആരുമില്ല, ദൈവം മാത്രമേ ഉണ്ട്, വേറെ ആരുമില്ല. അതല്ല ഇവിടെ തന്നെ കൂടിയിരിക്കുന്നത്. ഇത് സെന്റ് ആന്റണീസിന്റെ കപ്പേളയാണ്. ഇവിടെ തന്നെയാണ് ഞാൻ കൂടിയിരിക്കണേ. ഇപ്പൊ ഇവിടെ ഇപ്പൊ വെറുതെ പൂവ് ഇടുന്നു. നിങ്ങൾ എന്നും ഇവിടെ തന്നെ? അല്ല, ഇപ്പൊ വന്നപ്പിന്നെ ഇവിടെയാണ് കിടക്കുക. രാത്രി മഴ കഴിയുമ്പോ ബസ് സ്റ്റാൻഡിലേക്ക് പോകും, അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. പിന്നെ വേറെ കിടക്കാൻ സ്ഥലമില്ല. തെണ്ടികളായി കഴിഞ്ഞാൽ നാടും വീടും ഇല്ലാത്ത തെരുവ് തെണ്ടികളാണ്. അപ്പൊ അവരിനൊക്കെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ശരിയായിക്കോളും. ശരിയാ. ഞാൻ ആ പുള്ളിക്ക് ഞാൻ കണ്ടവാനം ഫോൺ ചെയ്ത് അതാണ് പൈസ മൊത്തം പോയത് ദൈവത്തിന്. ഞാൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വരാനെന്ന്. അപ്പൊ അവിടെ സ്ഥലമില്ല അത്ര, അതിൽ വെറുതെ എന്നെ കൊണ്ടു. ജീവിക്കണമെന്നില്ല, ആരോന്നുമില്ല, ജീവിച്ചൊക്കെ പൊതി തീരുന്നു. ഇപ്പൊ വയസ്സ് 70 കഴിഞ്ഞ്. ഇതുവരെ അധ്വാനിക്കായിരുന്നു. ഈ 2-3-4 വർഷമായിട്ടാണ് അധ്വാനം കുറഞ്ഞത്. അതുവരെ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു, വടക്കേ ഇന്ത്യയിലായിരുന്നു 10-30 വർഷം. ഗുജറാത്തിൽ വെച്ചിട്ടാണ് സ്റ്റൗ പൊട്ടിത്തെറിച്ചത്. ആന്ധ്ര, ഗുജറാത്ത്, ഒറീസ, ബംഗാള്, മഹാരാഷ്ട്ര എല്ലാം 30 വർഷത്തോളം ഇങ്ങനെ കറങ്ങി. കേരളത്തിലും കറങ്ങി, എല്ലായിടത്തും കറങ്ങി. ഇപ്പൊ കറങ്ങി ഇതേ ഇവിടെ വന്ന് വീണെടുക്കുക. ഇവിടുന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിടന്ന ഉറക്കത്തിലങ്ങ് തീർന്നു കിട്ടി കഴിഞ്ഞാൽ ഞാനൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്തുവേലും ചെയ്തോട്ടെ. നിങ്ങൾക്ക് കുടുംബക്കാരൊന്നുമില്ലേ? എല്ലാവരും ഉണ്ടെന്നുകൊണ്ട് എന്താ കാര്യം? അതായത് അത് കഥയാണ്, അതൊക്കെ ചെറിയ കഥയൊന്നുമല്ല. അത് പണ്ടത്തെ ദുർഗാക്കോടെ സിനിമയില് കണ്ടെന്താ പേജ് എഴുതി കാണിക്കുന്നത്. ഇതിന്റെ ബുക്കുണ്ട് നിർത്തി വെച്ചിട്ടാണ് എഴുതി കാണിക്കുക. എന്ന് പറഞ്ഞ മാതിരി ഞാൻ എന്റെ കഥ കംപ്ലീറ്റ് ഇങ്ങനെ പയനി 1 വർഷം പിടിക്കും. നിങ്ങൾ എന്റെ അടുത്ത് ഇരിക്കേണ്ട 1 വർഷം പിടിക്കും എന്റെ കഥ അറിയണം. അത്രയും കഥകളിൽ കൂടെയാണ് ഞാൻ പോയി സത്യം. ഇതൊന്നും നുണ പറയുന്നല്ല സത്യം. ഇപ്പൊ എന്റെ സഹോദരനുണ്ട്, 2 സഹോദരി, 1 സഹോദരനായിരുന്നു. ഞാൻ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ അവരൊക്കെ, എന്റെ ഭാര്യയും സഹോദരിയും മക്കളും ഒക്കെ അവര് ടോപ്പ് ലെവലിലെ തിരുവനന്തപുരമാണ്. കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരം. അവര് ടോപ്പ് ലെവലിലാണ് ജീവിക്കും. എനിക്ക് സൗകര്യം കൂടി പോയി. 2 പേർക്ക് എന്നെ അവർക്ക് വേണ്ട തന്നെ ഉള്ള കാര്യം പറഞ്ഞു.
അവര് മക്കളൊക്കെ ഗൾഫിലാണ്, ഭാര്യയും ഗൾഫിലായിരുന്നു. ഇപ്പൊ അവള് പെൻഷൻ പറ്റിപ്പോയി. കാരണം അവള് ശരി നല്ല സ്വഭാവം അല്ലായിരുന്നു. ഞാൻ അറിയാതെ സംഭവിച്ചു പോയി. അങ്കമാലി കറുവറ്റി കിടക്കണ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് പെണ്ണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ തലയിലെടുത്ത് വരാനുള്ളത് വഴി തമ്മില്ല. അതൊന്നും ശരിയല്ല. അതൊന്നും പറയുന്നില്ല. നല്ല കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര ക്യാഷ് നിങ്ങൾക്ക് എണ്ണാം അത്രയും നിങ്ങളുടെയാണ്. 2 അക്കൗണ്ട് ഫോളോ ചെയ്തേക്കാം. ഇസ് പെർഫ്യൂം എന്ന് പറഞ്ഞ അക്കൗണ്ടും ഫൈറൂസ് ദുനിയ എന്ന് പറഞ്ഞ അക്കൗണ്ടും ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ബൈ. ഓക്കെ.